ഹലോ ഹായ് കൂട്ടുകാരെ, അങ്ങനെ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അങ്ങനെ ഇതാ കുളിച്ചിട്ടൊക്കെ വന്ന് ഇനി ചോറ് കഴിക്കണം. അപ്പോൾ ചോറും മീൻകറിയും മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ നമ്മൾ അച്ചാറിട്ടായിരുന്നല്ലോ. പിന്നെ സോയാബീനും മുട്ടയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് മീൻകറി മാത്രം കൂട്ടി തിന്നാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ മുന്നേ വന്ന് കുറച്ച് നേരം ടി വി ആണ് ഇരുന്നതാണ് കേട്ടോ. മോള് വരട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ അതാ ഇത് എൻ്റെ മകൻ ടൂർ പോയപ്പോൾ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ, ഒരു ബുദ്ധൻ. എനിക്ക് ബുദ്ധനെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ആ മകൾ വന്ന് ഇനി മകളുമായിട്ട് കുറച്ച് നേരം ഇങ്ങനത്തെ കളികളാണ് കേട്ടോ. അവളിങ്ങനെ കുറേ നേരം കാണാതിരുന്നാൽ പിന്നെ ഇങ്ങനെയുള്ള കുറേ ശീലങ്ങളൊക്കെ ഉണ്ട്. കളിയും പിന്നെ ഇടിയും നുള്ളലും പിച്ചലും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറയാം, പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വാ, നമുക്ക് ചോറ് കഴിക്കാമെന്ന്. ഞാൻ മിക്കവാറും ഇപ്പോൾ അവൾ വന്നിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. ഞങ്ങൾ രണ്ടും ഒരുമിച്ച്. അവൾ പിന്നെ ചോറ് അങ്ങനെ കഴിക്കാറില്ല. അവൾ ദോശയോ അപ്പോൾ അല്ല ചപ്പാത്തിയും ദോശയായിരിക്കും മിക്കവാറും. അങ്ങനെ അവൾ കുളിക്കാൻ പോയ സമയത്ത് ഞാൻ വെച്ച് സോയാബീൻ വെച്ച് നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കാമെന്ന്. അപ്പം ഉള്ളതൊക്കെ വെച്ചല്ലേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ നോക്കിയപ്പം മുട്ടയുണ്ടായിരുന്നു, സോയാബീൻ ഉണ്ടായിരുന്നു. പിന്നെ അത് എളുപ്പം കുതിർത്തൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ലതായിട്ട് അരിഞ്ഞ് വെച്ച് കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് പുരട്ടി വെച്ച് എന്നിട്ട് വെള്ളം തിളപ്പിച്ച് അതിനകത്തോട്ട് തട്ടിയിട്ട് അപ്പോൾ ഒരു കിഴങ്ങുണ്ടായിരുന്നു കേട്ടോ. അതിനെയും കൂടെ അങ്ങ് അരിഞ്ഞ് ഇതിനകത്തങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ എന്തൊക്കെയോ ഒരു കറി കേട്ടോ. പിന്നെ ഞാൻ ഒരു സവാളയും പച്ചമുളകും കൂടെ അരിഞ്ഞ് വെച്ചായിരുന്നു കേട്ടോ. ഒന്നൊന്നര സവാള ഉണ്ടായിരുന്നു. 2 മുട്ടയും അടിച്ച് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ സോയാബീൻ അങ്ങ് വേകുമ്പോഴത്തേക്ക് നമുക്ക് മുട്ടയ്ക്കകത്ത് കുറച്ച് ഉപ്പിട്ട് കേട്ടോ. ഉപ്പും കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ ഒരു കറി അങ്ങനെ തിളച്ച് നല്ല വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മൾ ഇലയപ്പം ഉണ്ടാക്കാനായിട്ട് മാവ് എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. കുറച്ച് അരിപ്പൊടി കുറേ നാളുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അത് വെച്ച് ഞാൻ വിചാരിച്ചു കുറച്ച് ഇലയപ്പം ഉണ്ടാക്കിയാൽ കുറേ നാളായില്ലേ. അങ്ങനെ അത് റെഡിയാക്കാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. മാവ് എടുത്ത് വെച്ചു. അതിനകത്ത് കുറച്ച് ജീരകം ഉപ്പൊക്കെ ഇട്ട് വെച്ചു കേട്ടോ. അപ്പോൾ അത് ആ മുട്ട ഒഴിച്ചിട്ട് നമ്മൾ സോയാബീൻ നല്ലോണം ചിക്കി അങ്ങ് എടുത്ത് അതിനകത്ത് കിഴങ്ങും ചേർത്ത് പിന്നെ അത് മാറ്റിയിട്ട് നമ്മൾ ഉള്ളിയും പച്ചമുളകും കൂടി ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് വഴറ്റാന്ന് വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മാവൊക്കെ നനച്ച് വെച്ചു കേട്ടോ. ചോറ് കഴിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക്, കറി മസാല ഒക്കെ ഇട്ട് നമ്മൾ ഉള്ളി ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ എല്ലാം സോയാബീൻ വേവിച്ച പാത്രം ആയതുകൊണ്ടേ കുറച്ചൊക്കെ ഒന്ന് അവിടെ ഇവിടെയൊക്കെ പിടിച്ച്, എങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ഇനി നല്ലതായിട്ടൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ സോയാബീനെ അങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കുവാണ്. എന്നിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. നല്ല ഇളക്കി മിക്സ് ചെയ്ത്. പക്ഷേ ഇത്രയും വെള്ളം മതിയായിരുന്നു. ഞാൻ കുറച്ച് വെള്ളം ഇരിക്കട്ടെ എന്ന് വെച്ച് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച്. പക്ഷേ വെള്ളം വേണ്ട കേട്ടോ. ഇത്രയും വെള്ളം നല്ല ടേസ്റ്റ് ആയിരുന്നേനെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മകൾക്കങ്ങ് വൃത്തിയാക്കില്ല. ചോറ് കഴിച്ചിട്ട് വൃത്തിയാക്കുന്നത് കേൾക്കത്തില്ല കേട്ടോ. അപ്പം തന്നെ വൃത്തിയാക്കുന്നത്. പിന്നെ ഞാൻ ചോറ് കഴിക്കാനായിട്ടിരുന്നത്. അപ്പം നോക്കിയപ്പം നമ്മുടെ സിന്ധുജ എന്ന കുറച്ച് കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതും 2-3 വാരി ഇട്ടു. പിന്നെ അച്ചാറും ഇട്ടു. പിന്നെ നമ്മളെ സോയാബീൻ കറിയും. അപ്പം മീൻ കറി നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഉള്ളതൊക്കെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ കറി ഉണ്ടാക്കി അങ്ങ് തിന്നും കേട്ടോ. മീനും ഇപ്പോൾ കുറവാണല്ലോ. ഇപ്പോഴാണെങ്കിൽ അന്ന് എന്തെങ്കിലുമൊക്കെ മീനായിരിക്കും, മോരല്ലോ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. കുഞ്ഞു ചാള 2 ദിവസം ഉണ്ടായിരുന്നു, അത് തീർന്നു. അങ്ങനെ ഉള്ളതൊക്കെ ചേട്ടൻ വാങ്ങിക്കൊണ്ട് വരും. അപ്പോഴിതാ സോയാബീൻ കറി എടുത്ത് അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 6 മണിയാകുമ്പോഴത്തെ അടുക്കളയിൽ കയറിയത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഈ ശർക്കര ഉണ്ടല്ലോ, നമുക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. മോൾക്ക് കിട്ടിയതല്ല, ചേട്ടന് ഉമ്മ കൊടുത്തതാണ്. അങ്ങനെ അതും കൊണ്ടുവന്ന് തേങ്ങയുണ്ടായിരുന്നു. അപ്പം മാവ് കുറേ നാളായി കേട്ടോ, അരിപ്പൊടി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ച് വെറുതെ ചിത്തയിൽ കളണ്ടല്ലോ എന്ന് വെച്ചിട്ട് പെട്ടെന്ന് 2-3 ഇലയപ്പം ഉണ്ടാക്കി. ഇവിടെ എപ്പോഴും ഉണ്ടാക്കി ആരും കഴിക്കത്തില്ല, പക്ഷേ വല്ലപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കിയെങ്കിൽ പെട്ടെന്ന് തീരുന്ന പോലും അറിയത്തില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ വൃത്തിയാക്കിയപ്പോൾ ഒരാളൊന്ന് പാത്രമില്ല എന്ന് കഴി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അക്കു കൊണന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുകൂടെ ഇവിടെ കഴിക്കാനായിട്ട് വന്ന് നിന്നു. അപ്പോൾ ഒരാൾ കൈ വെച്ച് കഴിക്കത്തില്ല, പോർക്ക് വെച്ച് കുത്തി കഴിക്കും. ഞാൻ വെച്ചാൽ എന്താ ഇംഗ്ലീഷുകാരിയാണോ. പിന്നെ എനിക്കും അങ്ങനെയൊക്കെ തന്നെ വാരിത്തന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പഞ്ഞി പോലത്തെ മാവായതുകൊണ്ട്. അപ്പോൾ കുറച്ചിങ്ങനെ ഇല എടുത്തപ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ പൊടിഞ്ഞു പോയി. എന്ന് വെച്ചാൽ നല്ല പഞ്ഞി കണക്കത്തെ മാവല്ലായിരുന്നു. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട്. അവൾ സാധാരണ മധുരം അങ്ങനെ കഴിക്കാത്തതാണ്, പക്ഷേ ചൂടോടായപ്പോൾ നല്ല ടേസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് കുത്തി വാരി തിന്നുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ചേട്ടനും മോനും കൂടെ വെച്ചിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ ചേട്ടൻ പിന്നെ രാത്രി മലക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടുവരാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞിരുന്നു. മലക്കറി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നുമില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ സോയാബീൻ വെച്ച് ഇറച്ചിക്കറി പോലൊക്കെ വെച്ചേനെ. പിന്നെ മീൻ കറി ഉള്ളതുകൊണ്ട് ഇവർക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ആ ചേട്ടൻ വന്നപ്പം ഹോർലിക്സ്, നമ്മൾ ചപ്പാത്തി, പിന്നെ കുറച്ച് മലക്കറി. അപ്പോൾ പൊടിച്ചാള ഉണ്ടായിരുന്നു, നെത്തോലി ഉണ്ടായിരുന്നു കേട്ടോ. ചേട്ടൻ പിന്നെ ജാറിനകത്ത് വെള്ളമൊക്കെ നിറച്ച് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് മീൻ കറി എല്ലാം റെഡിയാക്കാൻ ഞങ്ങൾ എടുത്ത് വെച്ച്. അപ്പോൾ നമ്മുടെ വീട്ടിൽ രാത്രിയാണല്ലോ സ്ഥിരം ജോലികൾ. അപ്പോൾ ഞാൻ മലക്കറി എല്ലാം തിരിച്ച് വെച്ചു കേട്ടോ. കുറച്ച് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൽ മിക്കവാറും സാമ്പാറായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. മോൻ മാത്രമേ ഉള്ളൂ കുറച്ച് കൂട്ടാത്തത്, എങ്കിലും ഇപ്പോൾ കൂട്ടും. അങ്ങനെ മീൻ കറിക്കകത്ത് ചുമന്നുള്ളിയും അതും എല്ലാം ചേർത്ത് അരഞ്ഞു വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഒരു മാങ്ങ ഉണ്ടായിരുന്നു, ഒരാളുടെ ചെത്തുവാണ് കേട്ടോ. മാങ്ങ ഇട്ട് വെച്ചാൽ കൊള്ളാമല്ലോ എന്ന് വെച്ചിട്ട് നെത്തോലിയാണേ. അപ്പോഴും എനിക്ക് ചായ ഇടാനായിട്ട് പോകും. അപ്പോഴത്തേക്ക് 7:30 മണിയായി കേട്ടോ. ഞങ്ങൾ പിന്നെ അങ്ങനെയൊന്നുമില്ല, രാത്രി കാപ്പിയല്ലേ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ തന്നെ അങ്ങ് ചായ കുടിക്കും. അങ്ങനെ എല്ലാവരും ഓരോ ഇലയപ്പം വെച്ചൊക്കെ കഴിച്ച് 5-6 ഉള്ളായിരുന്നു കേട്ടോ. ഞാൻ തോനെയൊന്നും ഉണ്ടാക്കില്ല, കുറച്ച് മാവെടുത്ത് മാക്കി വെച്ചു. നാളെ വല്ല കൊഴുക്കട്ട എല്ലാം ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ മുരിങ്ങയ്ക്കയും മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ സീസണാണല്ലോ.
അതുകൊണ്ട് സീസൺ സമയത്ത് എന്താ ഉണ്ടാകുന്ന വെച്ചാൽ അതൊക്കെ ഞങ്ങൾ വെട്ടി കാണും കേട്ടോ. അല്ലാത്തപ്പോൾ ചുമന്നുള്ളി തന്നെ വില കൂടിയ ചേട്ടൻ വാങ്ങിക്കത്തില്ല, വില കുറവുണ്ടെങ്കിൽ വാങ്ങിക്കും, അത് സവാള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ളതുപോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ പോകാമല്ലേ. അപ്പോൾ പിന്നെ മീൻകറിയൊക്കെ ഞാൻ കലക്കി വെച്ചു കേട്ടോ. പിന്നെ ചായ ഇട്ട് മാറ്റിയതിന് ശേഷം അതിലോട്ട് വെക്കാമെന്ന് വെച്ചിട്ട് ഇനി ആ അടപ്പ് ചേട്ടൻ കഴിവുമാണ് നമ്മൾ മീൻകറി ഒന്ന് അടച്ച് വേവിക്കാനായിട്ട്. അപ്പോൾ പകുതി മാങ്ങയും പകുതി മുരിങ്ങയ്ക്ക എടുത്തിട്ടുള്ളൂ കേട്ടോ, കാരണം നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. മുരിങ്ങയ്ക്കോലേ വാങ്ങിച്ചോളൂ. അപ്പോഴത്തേക്ക് ഞാൻ നമ്മളെ മലക്കറിയെല്ലാം ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടെന്ന് വെച്ചു. ഇനി ഇതാ നമ്മൾ മീൻ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ മീൻ കറി തിളച്ച് നല്ല വറ്റി വന്നിട്ടുണ്ട്. നെത്തോലി ആയതുകൊണ്ട് പതുക്കെ ഇട്ട് കൊടുത്താലേ. അപ്പോൾ ഇത് അക്കൂനാണ് വേവിച്ച് വെച്ചേക്കുന്നത്. അക്കൂന് പിന്നെ നെത്തോലി വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. ചൂരയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് കഴിച്ചോളും. അപ്പോഴിതാ നമ്മൾ മീനൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എനിക്കാണെങ്കിൽ തൊണ്ട വയ്യ കേട്ടോ, ഇന്ന് അതാ സൗണ്ടിനൊരു വ്യത്യാസം, തൊണ്ട പ്രശ്നമായിട്ടിരിക്കുവാണ്. അങ്ങനെ മീൻകറി നല്ല ഇനി തിളച്ച് വെന്ത് വരട്ടെ. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടായിരിക്കും വേവിക്കുന്നത് കേട്ടോ, തീ ഇനി കൂട്ടി വെക്കാറില്ല. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ നാളത്തേക്കുള്ള നെത്തോലിയും ചാളയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുവാണ് പൊരിക്കാനായിട്ട്. രാത്രി ഇങ്ങനെ ചോറല്ലാത്തതുകൊണ്ട് പൊരിക്കാനൊന്നും നിൽക്കുന്നില്ല. ചേട്ടൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് മലക്കറി ഒന്ന് വഴറ്റുവാണ്. എന്നിട്ട് കുറച്ച് സാമ്പാർ പൊടിയും തട്ടിയിട്ട് കൊടുത്ത്, പിന്നെ നമ്മൾ തോരൻ പരിപ്പ് ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മൾ കായപ്പൊടി അങ്ങനെ അതും അങ്ങ് വേവിക്കാൻ വെച്ചു. അപ്പോഴത്തേക്ക് സാമ്പാർ വെന്ത് കേട്ടോ. പിന്നെ മീൻ കറിയും വെന്ത് അപ്പോഴത്തേക്കും പിന്നെ നമുക്ക് രാത്രിത്തേക്കുള്ള ദോശ വേണ്ടേ. അങ്ങനെ ദോശ വേണം. സാമ്പാറായതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞ് ദോശയാക്കിയതെന്ന്. ചേട്ടൻ ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ട് വന്നതായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട, സാമ്പാറും ദോശയല്ലേ നല്ലത്, നമ്മൾ ചപ്പാത്തി തിന്നണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഫുഡ് കുറച്ച് കഴിച്ചാൽ മതി, ഏത് കഴിച്ചാലും തോനെയും കഴിക്കാതെ കുറച്ച് രാത്രി കഴിച്ചാൽ മതി. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഞാൻ 2 കഴിക്കും, മോൻ 2 അല്ല, അവൻ 3 കഴിക്കും, മോൾ 1, അങ്ങനെയൊക്കെ കേട്ടോ. ചേട്ടൻ 3 കുറച്ചേ കഴിക്കത്തുള്ളൂ രാത്രി, തോനെ കഴിക്കത്തില്ല. നമ്മൾ അങ്ങനെയാണല്ലോ, രാത്രിയിൽ കുറച്ച് ഫുഡ് കഴിച്ചാൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ അതാ ഒരാളിങ്ങനെ ആരെയോ കാത്തിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവ അവിടെ കിടക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ തന്നെയുള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.